പഴത്തോട്ടങ്ങളിലെ കീടങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന കീടങ്ങളിലൊന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈച്ച എന്ന് പറയുന്ന ഈ ഒരു പ്രാണി. കായ്ക്കളുടെ ഒരു കള്ളൻ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേരും ഇതിന് കിട്ടിയിരിക്കുന്നത്. ഓറിയന്റൽ ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് ഈ ഒരു പഴയീച്ചയെ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇനി ഇവരുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇവർ ടെഫ്രിറ്റിഡെ കുടുംബത്തിൽപ്പെട്ട ബാക്ട്രോസെറ ക്യുക്യുർബിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഫ്രൂട്ട് പ്ലാന്റേഷൻസിലൊക്കെ ഇത് നല്ല രീതിയിൽ കൃഷിനാശം ഉണ്ടാക്കുന്ന ഒരു കീടം കൂടിയാണ്. ഇനി ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സ്പെസിഫിക് ആയിട്ട്, അതായത് എൻഡമിക് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് ഒരു ഗ്ലോബൽ ഇൻവേഡർ തന്നെയാണ്. അതായത് ഇന്ന് ഇത് ഒരു 65ഓളം രാജ്യങ്ങളിലുണ്ട്. ആഫ്രിക്ക, ഹവായി, സൗത്ത് ഏഷ്യ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു 65ഓളം രാജ്യങ്ങളിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത്രയും വാസ്റ്റായിട്ട് ഇത് ഇൻവൈഡ് ചെയ്യാനുള്ള ഒരു റീസൺ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പുഴുക്കൾ വളർന്ന് അവിടെ ഇത് പെരുകുന്നതും ആയിരിക്കാനാണ് സാധ്യത. പലതരം സിട്രസ് ഫ്രൂട്ട്സ് ഉൾപ്പെടെ മാമ്പഴം, കപ്പങ്ങ, പേരയ്ക്ക, പഴം എന്നിങ്ങനെ 300ഓളം ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്പീഷീസാണിത്. ഈ ഈച്ചയുടെ ഫീമെയിൽസ് മുട്ടകൾ ഇടുന്ന ഇതുപോലത്തെ പഴുത്ത പഴങ്ങളിലാണ്. പഴുത്ത പഴങ്ങളിൽ മുട്ടകൾ വിരിഞ്ഞു വരുന്ന ലാവാസ് ഈ പഴം തന്നെയാണ് കഴിക്കുന്നത്. അതാണ് ഈ പഴം ചീയാനുള്ളതും ആയിട്ടുള്ള കാരണം. നിങ്ങൾ പല പഴങ്ങളും, മാമ്പഴം ഉൾപ്പെടെയുള്ള പഴങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പുഴുക്കളും ഈ ഈച്ചയുടെ പുഴുക്കളാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ വർഷാവർഷം ഈ ഈച്ച കൊണ്ടുണ്ടാകുന്ന ഒരു കൃഷിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബില്യൺസിൽ വരും. അപ്പോൾ ഇതുപോലെ ഒരു പഴയീച്ചയ്ക്ക് ഈ ഒരു പീസ് ലില്ലിയിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഒരു റീസൺ ഉണ്ട്. ഈ പീസ് ലില്ലി പൂത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഈ ഫ്ലവർ സ്പൈക്ക്, അതായത് ഈ പൂവിൻ്റെ നടുക്കായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫ്ലവർ സ്പൈക്ക് ഒരു സ്ട്രോങ് മീഥൈൽ യൂജനോൾ കലർന്ന ഒരു പെർഫ്യൂം സ്മെല്ല് എമിറ്റ് ചെയ്യും. ആ സ്മെല്ല് ഈ ഈച്ചകളുടെ മെയിൽസിനെ, അതായത് ആൺ ഈച്ചകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സുഗന്ധമാണ്. ഈ ഈച്ചകൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സ്പൈക്കിലുള്ള ഷുഗറി സബ്സ്റ്റൻസ്, അതായത് ഹണി, തേൻ കുടിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഈച്ചകൾ ഈ ചെടിയുടെ ഒരു പോളിനേറ്റർ കൂടിയാണ്. ഈ ഈച്ചകൾ കാരണം ഈ ചെടിക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും വരത്തില്ല. പക്ഷേ ഇതിൻ്റെ ചുറ്റും നിൽക്കുന്ന പഴച്ചെടികൾക്കും പഴമരങ്ങളിലും ഉണ്ടാകുന്ന പഴങ്ങളിലായിരിക്കും ഇത് വന്ന് മുട്ടയിടുന്നത്. ഇതിൻ്റെ ഫീമെയിൽസ് വന്ന് മുട്ടയിടുന്നതും അത് ചീഞ്ഞു പോകുന്നതും. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ 4 സ്റ്റേജസ് ആണുള്ളത്. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്സ്. നമ്മളുടെ പൂമ്പാറ്റകളുടെയൊക്കെ ഒരു സ്റ്റേജസ് തന്നെയാണ് അതും. ഇതിൻ്റെ ഫീമെയിൽസ് വന്ന് മുട്ടയിടുന്നത് പഴങ്ങളുടെ ആ ഒരു പുറം തൊണ്ടിലാണ്. അതാണ് ആദ്യത്തെ സ്റ്റേജ്, എഗ് സ്റ്റേജ്. പിന്നെ വരുന്ന ലാർവ സ്റ്റേജാണ്. അതിൻ്റെ അകത്ത് മുട്ട വിരിഞ്ഞ് വരുന്ന ലാവകൾ ഈ ഫ്രൂട്ടായിരിക്കും അത് കഴിക്കുക. ഇത് പ്യൂപ്പ സ്റ്റേജിൽ, 3rd സ്റ്റേജിൽ ഈ പഴങ്ങൾ അപ്പോഴത്തേക്കും ചീഞ്ഞ് മണ്ണിലേക്ക് വീഴും. ഇത് മണ്ണിലായിരിക്കും പ്യൂപ്പ സ്റ്റേജിൽ നിൽക്കുക. ഈ പ്യൂപ്പയിൽ നിന്നും നല്ല യെല്ലോ ആൻഡ് ബ്ലാക്ക് മാർക്കിങ്സോട് കൂടിയ നല്ല ക്ലിയർ വിങ്സോട് കൂടിയ അഡൽട്സ് പുറത്തു വരും. ഇത് ഈ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ള എല്ലാം തന്നെ കഴിയും. പക്ഷേ അത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ബേസ് ചെയ്തിട്ടായിരിക്കും. മെയിനായിട്ടും ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ള വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്സോട് കൂടിയ ഒരു ലോ ലാൻഡ് ട്രോപ്പിക്കൽ സോൺസിലായിരിക്കും ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ 67 കൺട്രീസിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ലീസ്റ്റ് കൺസേർട്ടിൽ പെടുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. അതുമാത്രമല്ല A1 ക്വാറന്റൈൻ പെസ്റ്റിൽ പെടുന്ന ഇൻസെക്റ്റ് ആണ് EUവിലും EPPOയിലും. EU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്പിൽ ഒരു ഇൻവാസീവ് സ്പീഷീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഈച്ചയാണ്. ഈ ഈച്ചയുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന നേച്ചറിലെ ഇതിൻ്റെ ഒരു പ്രഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളും ചിലന്തികളും പിന്നെ ഒരുപാട് പാരസൈറ്റിക് വാസ്പുകളൊക്കെ. അവരിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത് ഇതിൻ്റെ ഒരു ക്യാമഫ്ലേജിങ് ആണ്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴുത്ത ഫ്രൂട്ടിൻ്റെ പോലെയുള്ള കളറാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നല്ല അജൈൽ ആൻഡ് ഫാസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഇവരുടെ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതിനെ കൊല്ലാനായിട്ട് പലരും യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആണ്. പക്ഷേ അതിന് ലോങ് ടേം ഹാംഫുൾ എഫക്ട്സും ഉണ്ട്. കാരണം പല ചെടികളും ഇതിൻ്റെ അകത്തുള്ള ഹാംഫുൾ കെമിക്കൽസ് അതിലേക്ക് അബ്സോർബ് ചെയ്യും. അത് പിന്നീട് നമ്മൾ തന്നെ കഴിക്കേണ്ടേ വരും. അതുകൊണ്ട് ഇതിന് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബയോളജിക്കൽ വഴി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം വഴികളുണ്ട്. പക്ഷേ അതിനകത്ത് ഭൂരിഭാഗം വഴികളും ഒരു R&D ഫേസിൽ തന്നെയാണ്. അതിൽ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഥൈൽ യൂജിനോൾ ബേസ്ഡ് ട്രാപ്സ് ആണ്. അതായത് നമ്മൾ ചെല്ലിക്കൊക്കെ വെക്കുന്ന ഒരു കെണി പോലെ ഉള്ള ബക്കറ്റിൽ ഈ മീഥൈൽ യൂജിനോൾ വെച്ചിട്ട് ഇതിൻ്റെ മെയിൽസിനെ അട്രാക്റ്റ് ചെയ്ത് കൊല്ലും. പിന്നെയുള്ളത് ബൊട്ടാനിക്കൽ ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. അതായത് നമ്മുടെ ആര്യവേപ്പിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കുറച്ച് ഫോമുലേഷൻസോ അല്ലെങ്കിൽ മൈക്രോബിയൽ ഫോമുലേഷൻസൊക്കെ വെച്ചിട്ട് ഇതിനെ കൊല്ലാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റിനെ റിപ്പൽ ചെയ്യാനും പറ്റും. വേറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റിനെയോ ആ ഫ്രൂട്ടിനെയോ
ഇതിനെയോ അഫക്റ്റ് ചെയ്യില്ല. പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPM ആണ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഈ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ഇതിൻ്റെ ആ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി മെത്തേഡാണ്. കാരണം നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ CRISPR, Cas9 ജീൻ എഡിറ്റിംഗ്, RNAi എന്ന് പറയുന്ന RNA ഇൻ്റർഫറൻസ്, ഇതൊക്കെ തന്നെ ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള R&D നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്സാണ്. ഇതിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ജീൻസ് ആൾട്ടർ ചെയ്തിട്ട് ഇതിൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. പിന്നെ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക് എന്ന് പറഞ്ഞാൽ SIT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്ക് കൂടിയുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൽസിനെ സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള മെയിൽസിനെ പുറത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെയുള്ള മെയിൽസ് വൈൽഡ് ഫീമെയിൽസുമായിട്ട് ഇണചേരുമ്പോൾ അതിന് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ സ്റ്റെറൈൽ ചെയ്യുന്നത് ഒരു റേഡിയേഷൻ ത്രൂ ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഹവായിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ മെത്തേഡുണ്ട്, പാരസൈറ്റോയിഡ് വാസ്പിനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഫോപ്പിയസ് അരിസാനസ് പിന്നെ ഡൈചാസ്മിമോർഫ ലോങ്കിക്കൗഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്പീഷീസ് ഓഫ് വാസ്പിനെയാണ് യൂസ് ചെയ്തേക്കണതെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം കടന്നലുകൾ എങ്ങനെയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈച്ചകളിടുന്ന മുട്ടയുടെ ഉള്ളിലായിരിക്കും ഈ കടന്നലുകൾ മുട്ടയിടുന്നത്. അപ്പോൾ ഈ കടന്നലുകളുടെ ലാവ ആദ്യം വിരിയുകയും ഈ ഈച്ചയുടെ ലാവാസിനെ വിരിയുന്നതിന് മുന്നേ തന്നെ തിന്നുകയും ചെയ്യും. ഈ ഈച്ച മുട്ടയിടുന്നത് പഴുത്ത പഴങ്ങളുടെ പുറത്തായതുകൊണ്ട് ഇത് ആ പഴത്തിനെ അഫക്റ്റും ചെയ്യില്ല. ഇതുപോലെയുള്ള മെത്തേഡ്സ് കൂടാതെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വേറെ പലതരം മെത്തേഡ്സ് ഉണ്ട്. ഈ പഴം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കവർ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യുക. പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നതായിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇൻഫെസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.